അദ്ദേഹം ജപ്പാന്റെ സഹായത്തോടു കൂടി ആൻഡമാൻ നിക്കോബാർ ദ്വീപ് പിടിച്ചെടുത്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. മാത്രവുമല്ല, ആ ഭൂഭാഗത്തെ അദ്ദേഹം ആസാദ് ഹിന്ദ് എന്നാണ് വിളിച്ചത്. അദ്ദേഹത്തിൻ്റെ ആർമിയുടെ പേരാണ് ഇന്ത്യൻ നാഷണൽ ആർമി എന്ന INA. 1935 മെഡിറ്ററേനിയൻ കടലിൻ്റെ ആധിപത്യത്തിനായി ഇറ്റലി അബീസീനിയയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി. അതിനിടെ 1937 ജനുവരിയിൽ ഹിറ്റ്ലർ വേഴ്സായ് ഉടമ്പടി അസാധുവായി പ്രഖ്യാപിച്ചു. ഇതേ കൊല്ലം സെപ്റ്റംബറിൽ ജപ്പാൻ ചൈനയെ ആക്രമിച്ച് ഏഷ്യയിൽ സംഘർഷാവസ്ഥ ഉണ്ടാക്കി. ജർമ്മൻ ഭാഷ സംസാരിക്കുന്ന ഇടങ്ങൾ ഒന്നാക്കുക എന്നായിരുന്നു ഫ്യൂററുടെ ലക്ഷ്യം. അതിനായി 1938 ജർമ്മനി ഓസ്ട്രിയയെ കീഴ്പ്പെടുത്തി. തുടർന്ന് ചെക്കോസ്ലോവാക്കിയയിലെ ജർമ്മൻ ഭൂരിപക്ഷ പ്രദേശമായ സുഡറ്റൻലാൻഡ് എന്ന പ്രവിശ്യയിൽ ജർമ്മനി അവകാശവാദം ഉന്നയിച്ചു. വേഴ്സേൽസ് ഉടമ്പടി പ്രകാരം ചെക്കോസ്ലോവാക്കിയയുടെ നിയന്ത്രണം ഫ്രാൻസ്, ബ്രിട്ടൻ, ഇറ്റലി എന്നീ രാജ്യങ്ങളുടെ കൈവശമായിരുന്നു. എന്നാൽ യൂറോപ്പിൽ ഒരു യുദ്ധം ഒഴിവാക്കുക എന്ന ഉദ്ദേശത്തിൽ ഈ 3 രാജ്യങ്ങൾ ചേർന്ന് 1938 ജർമ്മനിയുമായി നടത്തിയ മ്യൂണിക് ഉടമ്പടി പ്രകാരം സുഡറ്റൻലാൻഡ് ജർമ്മനിക്ക് കൈമാറി. തുടർന്ന് 1939 ജനുവരി മുതൽ ഏപ്രിൽ വരെ യഥാക്രമം ജർമ്മനി ബൊഹീമിയയെയും ഇറ്റലി അൽബേനിയയും ജപ്പാൻ ഹൈൻ ദ്വീപുകളെയും ആക്രമിച്ച് കീഴ്പ്പെടുത്തി. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം പ്രശ്നങ്ങളൊന്നും പരിഹരിക്കപ്പെട്ടില്ല എന്നു മാത്രമല്ല, പിന്നീട് പല പല പിരിമുറുക്കങ്ങളും ഉണ്ടായി. അതിനിടെ യൂറോപ്പിൽ മറ്റൊരു ആശയം ഉയർന്നു വന്നു: ഫാസിസം. 20-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ ഉയർന്നു വന്ന ഒരു വലതുപക്ഷ ചിന്താഗതിയാണ് ഫാസിസം. ഏകാധിപത്യവും തീവ്ര ദേശീയതയുമാണ് ഇതിൻ്റെ ആശയങ്ങൾ. പ്രതിപക്ഷത്തെ അടിച്ചമർത്തൽ, സമൂഹത്തെയും സമ്പദ് വ്യവസ്ഥയും കർശനമായി നിയന്ത്രിക്കൽ, ഇതൊക്കെയാണ് ഫാസിസത്തിൻ്റെ സവിശേഷത. എന്നാൽ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ലിബറൽ ആശയങ്ങളോടും മാർക്സിസത്തിനോടും വലിയ എതിർപ്പ് യൂറോപ്യൻ രാജ്യങ്ങളിൽ പടർന്നു.